ഇത്ര നിങ്ങൾ കണ്ടല്ലേ, SNC ലാവ്ലിൻ കേസ് 38 തവണയാ മാറ്റി വെച്ചത്. ഖിയാമത്ത് നാൾ വരെ SNC ലാവ്ലിൻ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിപാടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അമിത്ഷായും പിണറായി വിജയൻ, നരേന്ദ്രമോദി. ഞാൻ BJP-യിലായിരിക്കുന്ന സമയത്ത് ഈ ചോദ്യം SNC ലാവ്ലിൻ ചോദ്യം സംബന്ധിച്ച് കൃത്യമായ ഡേറ്റ് പറയാം. പാലക്കാട് അഹല്യയിൽ നടന്ന BJP-യുടെ പഠന ശിബിരം, സംസ്ഥാന പഠന ശിബിരത്തിൽ ഇന്നത്തെയും അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി BL സന്തോഷിനോട് അതിൽ പങ്കെടുത്ത ശിബിരാർത്ഥികൾ ചോദിച്ചു. ഞങ്ങളോട് നിരന്തരമായി ഈ ചോദ്യം UDF ചോദിക്കുന്നു, കോൺഗ്രസ് ചോദിക്കുന്നു, ഞങ്ങൾക്ക് മറുപടിയില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായി ഇത് മാറ്റിവെക്കുന്നതെന്ന് ചോദിച്ചപ്പോ ചോദ്യം ചോദിച്ച BJP പ്രവർത്തകരോട് BL സന്തോഷ് തട്ടിക്കയറുകയാണ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ടത് പറയുന്നു, തട്ടിക്കയറുക ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ചില സ്ട്രാറ്റജികൾ ഉണ്ടാവും. ആ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് പിണറായി വിജയൻ ജയിലിൽ പോകണമെന്ന്. നിങ്ങൾക്ക് എന്താണ് ഇത്ര നിർബന്ധം? നിങ്ങൾക്ക് കോൺഗ്രസിനോട് ഇത്ര സ്നേഹമാണോ എന്നാണ് സന്തോഷ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് പ്രതികരിക്കായിരുന്നില്ലേ? അത് പണ്ട് സ്റ്റാലിന്റെ കാലത്ത് പ്രതികരിക്കായിരുന്നില്ലേ ചോദിച്ച പോലെയാണ്. മനസ്സിലായില്ലേ? അതിനകത്തിരുന്ന് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ തിരുമല അനിയുടെ ഗതി എനിക്കും വരുമായിരുന്നു. കയറെടുക്കാൻ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഞാൻ കോൺഗ്രസിലേക്ക് പോകുന്നത്. അതുപോലെയുള്ള ഒരു സംവിധാനമാണ്. BJP-യുടെ അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി പറഞ്ഞ കാര്യം പറയുന്നത്. പിണറായി വിജയനെ ദ്രോഹിക്കണം അല്ലെങ്കിൽ പിണറായി ജയിലിൽ പോകണമെന്ന് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമെന്ന് മറു ചോദ്യമാണ് ചോദിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഒളിപ്പിച്ചു വെക്കാൻ BJP സഹായിക്കുന്നു. മറുവശത്ത് BJP നേതാക്കന്മാർ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, കൊടകര ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, വയനാട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ, ഇതെല്ലാം ആ കേസുകൾ മുഴുവൻ അട്ടിമറിച്ചു. ഒടുവിൽ തൃശ്ശൂരിൽ വോട്ട് ചോരിയുടെ കേസും ഇപ്പോ പിണറായി വിജയന്റെ പോലീസ് അട്ടിമറിച്ചു കൊടുത്തു. എന്തൊരു സ്നേഹമാണ്, എന്തൊരു സൗഹാർദ്ദമാണ് ഇവർ തമ്മിൽ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ CPM BJP അവിശുദ്ധ ബാന്ധവത്തിനെതിരായി, CPM RSS അവിശുദ്ധ ബാന്ധവത്തിനെതിരായിട്ടുള്ള ഒരു ജനകീയ കൂട്ടുകെട്ട് ഈ സംസ്ഥാനത്ത് ഉയർന്നു വരിക തന്നെ ചെയ്യും. ഒരു തർക്കവും വേണ്ട. ദേശീയ തലത്തിൽ ഇപ്പൊ ഇവര് ബ്രിട്ടാസും റഹീമും ഒക്കെ രാഹുൽ ഗാന്ധി നടത്തുന്ന പരിപാടിയുടെ സൈഡിൽ പോയി നിൽക്കുന്നുണ്ട്. അതെന്താ കാരണം? ഫോട്ടോ വരണമെങ്കിൽ വേറെ നിവൃത്തിയില്ല. അവിടെ പോയി റഹീമ ബ്രിട്ടാസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അറിയോ? രാഹുൽ ഗാന്ധി പിന്നെ പോയി നിൽക്കണം. പക്ഷെ കേരളത്തിൽ വരുമ്പോ ഇവരെ കാണുന്നില്ലല്ലോ. കേരളത്തിൽ BJP-ക്കെതിരായ പോരാട്ടത്തിൽ ഇവരെ കാണുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത് അപകടകരമായിട്ടുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന CPM പ്രവർത്തകരോട്, സഖാക്കളോട്, നല്ല സഖാക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സംഘപരിവാറിനെതിരായി നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് ഏതെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് RSS-ഉം BJP-യും കേരളത്തിൽ മുന്നോട്ട് വരരുത്, അവർക്ക് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് LDF-ന്റെ പരാജയം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ബാക്കി ഉണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് കോൺഗ്രസ് ഇല്ലാതെ ആവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് CPM ഇല്ലാതാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജനാധിപത്യത്തിൽ CPM ഇല്ലാതാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലാതാകണമെന്ന് കോൺഗ്രസ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി കോൺഗ്രസിനെ നടപ്പാക്കാമായിരുന്നു. ഈ രാജ്യം ഒരു നവജാത ശിശുവിനെ പോലെ പിറവിയെടുത്ത് വീണത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരതലങ്ങളിലേക്കാണ്, ജവഹർലാൽ നെഹ്റുവിന്റെ കരതലങ്ങളിലേക്കാണ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യവാദിയായിരുന്ന നെഹ്റു, അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്റ്റാലിന്റെ റഷ്യയെ പോലെ, മാവോയുടെ ചൈനയെ പോലെ ഇത് നെഹ്റുവിന്റെ ഇന്ത്യയാകണം, നെഹ്റുവിന്റെ മാത്രം ഇന്ത്യയാകണം എന്ന് അന്ന് തീരുമാനമെടുക്കാമായിരുന്നു. അദ്ദേഹം ചെയ്തില്ലല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ രാജ്യം ഏകാധിപത്യ രാജ്യമാകരുത്, ഈ രാജ്യം ജനാധിപത്യ രാജ്യമായിരിക്കണം. ഈ രാജ്യത്തെ ഏറ്റവും അവസാനത്തെ പാവപ്പെട്ട മനുഷ്യൻ, വരിയുടെ ഏറ്റവും അവസാനത്ത് നിൽക്കുന്ന ഏറ്റവും പാവപ്പെട്ടവന്റെ ശബ്ദവും ഇന്ത്യയുടെ ഭരണത്തിൽ തെളിയണം, ഭരണത്തിൽ മുഴങ്ങി കേൾക്കണമെന്ന നിർബന്ധ ബുദ്ധി നെഹ്റുവിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഉണ്ടായിരുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കാണുന്ന ജനാധിപത്യം നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് CPM-നൂടെ പ്രവർത്തിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് മറ്റ് സംഘടനകൾക്കൂടെ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വിശാലമായ ജനാധിപത്യ ബോധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാണിച്ചു. പക്ഷെ ആ ജനാധിപത്യ ബോധം CPM-നില്ല, ആ ജനാധിപത്യ ബോധം BJP-ക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഏകാധിപത്യമാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല.
നിങ്ങൾ ഉത്തര കൊറിയയിലെ കാര്യമൊക്കെ കേട്ടില്ല? ഉത്തര കൊറിയയിലൊക്കെ അവിടുത്തെ ഭരണാധികാരി കിം ജോങ് ഉൻ, ആ കിം ജോങ് ഉന്നെ എങ്ങനെ മുടിവെട്ടുന്നോ അതേ ശൈലിയിൽ നാട്ടുകാർ മുടിവെട്ടണം. തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത സ്ഥലങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 47 ആഗസ്റ്റ് മാസം 15-ാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങാനുമായിരുന്നു ഇന്ത്യയിൽ അധികാരം കിട്ടിയിരുന്നെങ്കിൽ ഈ നാട്ടിന്റെ അവസ്ഥ എന്താ? പിണറായി വിജയൻ മുടിവെട്ടുന്നത് പോലെ മുടിവെട്ടേണ്ട ഗതി ഉണ്ടായിരുന്നില്ലേ നമുക്കൊക്കെ? പിണറായി എങ്ങനെ മീശ വെക്കുന്നു അതുപോലെ മീശ വെക്കണം. നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ഈ നാട്ടിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള ഭാഷ പറയാൻ, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ, വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാൻ, അങ്ങനെ ലോകത്തെ ഏറ്റവും ഉദാരമായിട്ടുള്ള, ഏറ്റവും സെക്യുലർ ആയിട്ടുള്ള, ഏറ്റവും തുല്യതയാർന്ന, എല്ലാവർക്കും വോട്ടവകാശമുള്ള ഒരു മനോഹരമായ ഭരണഘടന. ആ ഭരണഘടനയാണ് നമ്മുടെ ശക്തി. ആ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമ്പോ അതിനോട് കൂടെ നടക്കാത്തയാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അതിന് പിന്തുണ പ്രഖ്യാപിക്കാത്തയാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാജ്യം അത് എന്നേക്കുമായിട്ട് BJP-യുടെ കൈപ്പിടിയിലാകുമെന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് വേണ്ട. കാരണം ഈ രാജ്യത്ത് ജനാധിപത്യത്തിന് ശക്തിയുണ്ട്. ആ ശക്തി എന്ന് പറയുന്നത് നിസ്തർക്കമായിട്ടുള്ള ശക്തിയാണ്. ജനങ്ങളുടെ ശക്തിയാണ് ഏറ്റവും വലുത്. ജനങ്ങൾക്ക് BJP-യെ വെറുത്തു കഴിഞ്ഞു. BJP എന്നത് ഊതി വീർപ്പിച്ചൊരു ബലൂൺ മാത്രമാണ്. ഊതി വീർപ്പിച്ചൊരു ബലൂണാണ്. ആ ബലൂൺ ഏത് നിമിഷവും ഒരു സൂചി കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുത്തിപ്പൊട്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്ത്യ മുന്നണി കുത്തിപ്പൊട്ടിക്കും. ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. നമുക്ക് കാണാം. ഈ രാജ്യത്ത് വലിയൊരു മാറ്റത്തിന്, പരിവർത്തനത്തിന് നാന്ദി കുറിച്ചിരിക്കുന്നു. അതാണ് വോട്ടധികാര യാത്ര നമ്മൾ കണ്ടത്. ഞാൻ അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ രാജ്യത്തെ ജനാധിപത്യത്തെ വീണ്ടെടുക്കാനുള്ള, ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് നമുക്കേവർക്കും പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. ആ പിന്തുണ നമുക്ക് ഈ സമയത്ത് ആവർത്തിച്ചു പറയേണ്ടതുണ്ട്, പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ജാഥയ്ക്ക് എന്റെ കൂടെ പങ്കെടുത്ത എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി തവനൂരിന്റെ MLA-യോട് പറയുന്നു, വ്യക്തിവിദ്വേഷവും വർഗീയ പ്രചരണവും അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഉയർത്തുന്ന, UDF ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്ക്, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് നട്ടെല്ലുണ്ടോ മിസ്റ്റർ ജലീൽ എന്ന് ഈ വേദിയിൽ വെച്ച് ഒരിക്കൽ കൂടി തവനൂരിന്റെ MLA-യോട് ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. ഇവിടെ നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ